എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രണ്ട് മാസമായി എനിക്കൊരു ചെറിയ ഈ ഈ മുഖത്ത് വലത് സൈഡിലൂടെ ഇപ്പോൾ ഒരു വൈബ്രേഷൻ കഴിഞ്ഞ് സൂക്ഷിച്ച് നിരീക്ഷണം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഒരു മാസത്തിലധികമായിട്ടുള്ളൂ. അദ്ദേഹം ശരിക്കും എന്നെ മനസ്സിലാക്കിയായിരുന്നു ഞാനൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഒരു ദിവസം ഫോണിലൂടെ ഒരു മെസ്സേജ് കാണുകയാണ്, ഇങ്ങനെ കുറച്ച് ഗുരുക്കന്മാരെ ആദരിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ എൻ്റെ മുഖം ഇങ്ങനെ വെച്ചിരിക്കും ആ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ ആദരവ് സ്വീകരിക്കുവാൻ ഒരു വിദ്യാർത്ഥിയായ എനിക്ക് യാതൊരു യോഗ്യതയില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ, ഈ ആദരവ് സ്വീകരിക്കാൻ നിൽക്കാൻ തികച്ചും അർഹതയില്ലാത്ത ഒരാളാണ്. ഞാനിത് അദ്ദേഹത്തോട് സൂചിപ്പിച്ചാലും ഞാൻ ദയവ് ചെയ്ത് എന്നെ ആ കുറച്ച് ഉൾപ്പെടുത്തരുത്. ഞാൻ ആധ്യാത്മികതയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി മാത്രമാണ്, ഏറ്റവും താഴേക്കിടയിലുള്ള വിദ്യാർത്ഥി. പക്ഷേ അദ്ദേഹം ഏതായാലും അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരെ ആദരിക്കുന്നതിൽ പങ്കെടുക്കാനും ഞാനും കൂടി ആദരിക്കാനും വേണ്ടിയാണ് വന്നത്. പക്ഷെ നിർബന്ധിച്ചപ്പോഴേക്കും അത് അനുസരിക്കുകയായിരുന്നു. വലിയൊരു വിഷയം സംബന്ധിച്ച് മാത്രം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം മാത്രം പറയുകയാണ്. ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ഒരു ശിഷ്യൻ ഒരിക്കൽ പറയുകയാണ്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അറിഞ്ഞതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ചിലപ്പോൾ വാക്കുകൾ വ്യത്യാസമാണ് ഏൽപ്പിടാൻ. ആകത്തുക ഏതാണ്? ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അങ്ങനെ അറിഞ്ഞത്. പക്ഷെ കൂട്ടിച്ചേർത്ത് ഒന്നും ഉണ്ടാകത്തില് സൂക്ഷിച്ച് വീക്ഷിച്ചത്. ഇതിനാണ് പറഞ്ഞത്. വെറുതെ കണ്ടതുകൊണ്ട് കാര്യം, വെറുതെ ചെവികളിലൂടെ കേട്ടതുകൊണ്ട് കാര്യം. അത് ഉള്ളിലിട്ട് അതിനെ അടങ്ങിയെടുക്കുന്നതാണ് ആ സൂക്ഷിച്ച് വീക്ഷിക്കൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഞങ്ങൾ അത് ഇവിടെ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. എന്തിനാണെന്ന് അറിയാവോ? നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകും. നിങ്ങളും അത് അറിയണം. അപ്പോഴേ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നു. ഞങ്ങളിപ്പോൾ സന്തോഷത്തിലാണ്, കാരണം ഞങ്ങൾ അത് അറിയും, അത് അനുഭവിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നവരാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു ആത്മസംഗമത്തിന് പ്രസക്തി ഉണ്ടാകും. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ് എൻ്റെ ധർമ്മം? എൻ്റെ ധർമ്മം എന്താണ്? ഈ പുതിയ തലമുറയ്ക്ക് ഈ സന്ദേശം എത്തിക്കാൻ, അല്ലേ, ഈ മതാതീത കാഴ്ചപ്പാട് എത്തിക്കാൻ എൻ്റെ ധർമ്മം എന്താണ്? ഗാന്ധിജി പറഞ്ഞു, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അതുകൊണ്ട് ഇപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണത്? ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങളും ഇത് അറിയണം, ഇത് അനുഭവിക്കണം. അതിനെന്താ ചെയ്യാവുന്നത്? എൻ്റെ ജീവിതം ഒരു സന്ദേശമാണ്. ഈ പുതിയ തലമുറ, ഈ യുവതലമുറ കാണണം ആ ജീവിതം, ഇപ്പോഴത്തെ ജീവിതം. ഭാഷണമല്ല പ്രധാനം, എൻ്റെ ജീവിതം അതാണ്. അപ്പോൾ ജീവിതം അവർ കാണണം. ഇതെങ്ങനെ എന്ന് അവർക്കൊരു അന്വേഷണ ത്വരയുണ്ടാകും. അടുത്ത് ജീവിക്കുന്ന ഒരാൾ
വളരെ വലിയ ഉന്നത തലങ്ങളിലെത്താമായി. ഒരുപക്ഷെ ആ സഭയുടെ മെത്രാൻ എവിടുന്നോ ഒരു സത്യവെളിച്ചം ഉള്ളിലേക്ക് വന്നപ്പോൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് ആ സത്യത്തിൽ ജീവിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ന അവസ്ഥയിലാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ അത് അനുഭവിക്കുന്ന ആളിനെ അത് പറ്റുള്ളൂ. അത് കാണുക. ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ യുവജനങ്ങളുണ്ട്, പുതിയ തലമുറ. ഇത് കാണും. ഞാൻ ഇന്ന് ഇപ്പോഴും അങ്ങനെ അതറിഞ്ഞ് അതിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ. അതുകൊണ്ട് നമുക്ക് പുതിയ തലമുറ കാണിച്ചു കൊടുക്കും. അങ്ങനെ ആ പ്രപഞ്ച ശക്തി ചൈതന്യത്തെ അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മാതൃക നമ്മളിലൂടെ പുതിയ തലമുറ കാണട്ടെ.